ഹലോ എല്ലാവർക്കും അസ്ലം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ MBBS BDS കോഴ്സിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. 2024-25 വർഷത്തേക്കുള്ള MBBS BDS കോഴ്സിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് www.kerala.gov.in വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുന്നതാണ്. 24/9/2024 12 മണിക്ക് മുമ്പായി അപേക്ഷ നൽകി, അതായത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ 26/9/2024 പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും 27/9/2024 12 മുമ്പായി പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫൈനൽ അലോട്ട്മെൻറ്റ് ഇന്നലെ 27/9/2024 പബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. 28/9/2024 മുതൽ 5/10/2024 3 മണിക്ക് മുമ്പായി തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യേണ്ട കോളേജും കോഴ്സും ജോയിൻ ചെയ്യുന്ന സമയം 30/9/2024 മുതൽ 5/10/2024 4 മണിക്ക് മുമ്പായി തന്നെ നിങ്ങൾക്ക് ഉള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയി കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിന് മുൻപായി തന്നെ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ അല്ല, അതിന് മുമ്പായി തന്നെ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ SC/ST സ്റ്റുഡൻസ്, അങ്ങനെ റിസർവേഷനുള്ള സ്റ്റുഡൻസ്, ജൂനിയർ ഹോം, ശ്രീചിത്ര ഹോം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടോക്കൺ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. പിന്നീട് SC/SC സ്റ്റുഡൻസിന് ഈ ജൂനിയർ ഹോമിലും ശ്രീചിത്ര ഹോമിൽ അങ്ങനെ റിസർവേഷനുള്ള സ്റ്റുഡൻസിന് മൈനോറിറ്റി NRI കോട്ടയിലാണ് ലഭിച്ചെങ്കിൽ അവിടെ ടോക്കൺ ഫീസ് നടത്തണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാവരും അലോട്ട് മെമ്മോ എടുക്കുന്നത് പോലെ ഡേറ്റ ഷീറ്റിൽ ഇപ്പോൾ കയ്യിൽ പ്രിൻ്റ് എടുത്ത് വച്ചേക്കണം. അതിൽ നിങ്ങളുടെ എല്ലാ ബേസിക്സ് ആയുള്ള ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 5/10/2024 കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പായി തന്നെ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് നടത്തി അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി 5/10/2024 4 മണിക്ക് മുമ്പായി തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.